ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വാട്ടർ ഹീറ്ററിൻ്റെ സിസ്റ്റമാണ്. അത് സൂര്യപ്രകാശം കൊണ്ട് തണുത്ത വെള്ളം ചൂടായിട്ട് നമ്മുടെ ബാത്റൂമുകളിലെല്ലാം തന്നെ ചൂടുവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോളാർ വാട്ടർ ഹീറ്റർ. ഇത് പല മോഡലുകളിൽ അവൈലബിൾ ആണ്. ഓരോ ലിറ്റർ അനുസരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. 100 ലിറ്റർ, 150 ലിറ്റർ, 200 ലിറ്റർ, അങ്ങനെ പല ലിറ്റർ അനുസരിച്ചിട്ടാണ് നമുക്ക് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 100 ലിറ്ററിൻ്റെ ഒരു സോളാർ വാട്ടർ ഹീറ്ററാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് അതിൻ്റെ തന്നെ ഇതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. മെയിൻ കാര്യം നോക്കുക, ഇത് ഓരോ വാട്ടർ ഹീറ്ററും ഓരോ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ കോമൺ സിസ്റ്റം ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഔട്ട്, അതായത് ആ പൈപ്പ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് വന്നിരിക്കുന്നത്. അതായത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് CPVC പൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പുറത്തെ സൈഡ് ഏറ്റവും ടോപ്പിലായിട്ടാണ് ഔട്ട്ലെറ്റ് വരുന്നത്. ഇൻലെറ്റ് ഏറ്റവും താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻലെറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻലുണ്ടാവും, ലൈൻ ഇൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് തന്നെ ഇവർ കൊടുത്തിരിക്കുന്നത് CPVC പൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു നോൺ റിട്ടേൺ വാൽവ് ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പച്ചവെള്ളമാണ് ഇൻലെറ്റിൽ കൊടുക്കുന്നത്. ഈ പച്ചവെള്ളത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അതായത് സോളാർ വാട്ടർ ഹീറ്ററിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഔട്ട്ലെറ്റ് തിളച്ച വെള്ളം നമ്മുടെ ടാങ്കിൻ്റെ പച്ചവെള്ളത്തിലേക്ക് മിക്സ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോൺ റിട്ടേൺ വാൽവ്, അതായത് വൺ സൈഡ് മാത്രമേ അതിൻ്റെ നമ്മുടെ വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ. മറ്റേ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന സമയത്ത് അത് ബ്ലോക്ക് ആവുന്ന സിസ്റ്റമാണ്. അങ്ങനെ കണക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടുവെള്ളം നമ്മുടെ തണുത്ത വെള്ളത്തിൻ്റെ പൈപ്പിലേക്ക് മിക്സ് ചെയ്ത് PVC പൈപ്പാണ് നമ്മൾ പച്ചവെള്ളത്തിൽ ഉപയോഗിക്കുന്നത്. ആ പൈപ്പുകളെല്ലാം ഉരുകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോൺ റിട്ടേൺ വാൽവ് എന്തായാലും നമ്മൾ ഇൻലെറ്റിൽ, അതായത് ഇന്നിൽ നമ്മൾ കൊടുത്തിരിക്കണം. ഔട്ട്ലെറ്റ് നമ്മൾ നേരെ എടുത്തതിന് ശേഷം നമ്മുടെ എവിടേക്കാണോ ബാത്റൂമുകളിലുള്ള അവിടേക്കെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതെല്ലാം CPVC പൈപ്പാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിന് നമ്മളൊരു എയർ പൊക്കി കൊടുക്കുന്നുണ്ട്. ഈ എയർ കൊടുക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. അതായത് നമ്മുടെ ടാങ്കിനേൽ ഹൈറ്റിൽ വേണം നമ്മുടെ ഒന്നല്ലെങ്കിൽ ടാങ്കിൻ്റെ സെയിം ഹൈറ്റ്, അല്ലെങ്കിൽ ടാങ്കിനേലും കുറച്ചുകൂടി പൊങ്ങി വേണം നമ്മുടെ ഈ CPVCയുടെ പൈപ്പ് നിൽക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൂടി ശ്രദ്ധിക്കാനുണ്ട്. അതായത് മെയിൻ ടാങ്കിൽ നിന്ന് ഇത്ര അടി താഴെയായിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിനെക്കുറിച്ച് അറിയണം താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻലെറ്റിൽ, അതായത് ഇൻലെറ്റിലേക്കും വരുന്ന വെള്ളം നമ്മൾ എങ്ങനെ വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രമ്മിൻ്റെ അകത്തേക്ക്, ഇതിൻ്റെ അകത്ത് ഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ആ വരുന്ന പൈപ്പിന് നേരെ ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് വരാനായിട്ട് നമ്മൾ ഈ പറയുന്ന സോളാറിൻ്റെ ഇതിനകത്ത് ട്യൂബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ട്യൂബുകളിലൂടെ വെള്ളം കയറി ഇറങ്ങി പോകുന്ന സമയത്ത് ചൂടായിട്ട് നിൽക്കുന്ന സൂര്യപ്രകാശം കൊണ്ട് നന്നായിട്ട് ചൂടായിട്ട് നിൽക്കും. അപ്പോൾ ഓൾറെഡി അതിൽ നിന്നും ഓൾറെഡി നമ്മൾ ആ ട്യൂബിലൂടെ വരുന്ന ചൂടുവെള്ളമാണ് നേരെ ഈ ഡ്രമ്മിലേക്ക് തന്നെ വീണ്ടും വരുന്നത്. ആ ഔട്ട്ലെറ്റിലേക്ക് അതുവഴിയായിട്ട് ഔട്ട്ലെറ്റിലേക്ക് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ, അതായത് പല മോഡലുകളും നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇതിൻ്റെ ഓരോ ട്യൂബുകളും തന്നെ എണ്ണ അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത്. ചില ട്യൂബുകൾ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് നമുക്ക് മാറാനും സെപ്പറേറ്റ് മാറാനുള്ള ഓപ്ഷൻസ് നമുക്ക് പല മോഡലുകൾ അവൈലബിൾ ആണ്. V-ഗാർഡ്, അതുപോലെ തന്നെ ഹൈക്കൺ, അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾ സോളാർ വാട്ടർ ഹീറ്റർ ഇറക്കുന്നുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സോളാർ വാട്ടർ ഹീറ്റർ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.